ഓക്കെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന മാർക്കറ്റുകളിൽ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. കഴിഞ്ഞ 30 വർഷമായിട്ട് ലാസ്റ്റ് 30 ഇയേഴ്സ്, ഒന്നോ രണ്ടോ വർഷത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. എന്റെ മുൻപത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഓരോ ഡേറ്റ പറയുമ്പോഴും അത് 5-10 വർഷത്തെ അല്ല, 20-30 വർഷത്തെ ബാക്ക് ടെസ്റ്റ് ഡേറ്റ ഞാൻ അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഈ പറയാൻ പോകുന്ന കാര്യം ലാസ്റ്റ് ഒരു 30 ഇയേഴ്സിന്റെ ഡേറ്റയാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പാറ്റേണെ കുറിച്ചാണ്. മാർക്കറ്റില് ഒരുപാട് വർഷങ്ങളായിട്ട്, അതായത് 3 ദശാബ്ദമായിട്ട്, നമുക്ക് ഡെക്കേഡ് നമ്മൾ പറയല്ലോ, 3 ഡെക്കേഡായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേണെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്? ആദ്യം തന്നെ ഇത് നമ്മളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മളൊരു സ്വിംഗ് ട്രേഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. മറ്റു ട്രേഡേഴ്സിന് ഇത് കാണാവുന്നതാണ്. കാരണം ഈ ഒരു പാറ്റേൺ ഒരുപാട് തവണ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇപ്പോ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. ഓക്കെ. ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ എങ്ങനെ നമുക്ക് ഈ പാറ്റേൺ മനസ്സിലാകാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതൊരു 4 ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ബ്രേക്ക് ഔട്ട് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാല്? ബ്രേക്ക് ഔട്ട് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിലെ ഒരു മാർക്കറ്റ്, ഇപ്പോ ഇതാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് കരുതുക. ഈ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റില് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ, അതായത് ഒരു ചെറിയ ഏരിയക്കുള്ളിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റ്, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റ്, അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പാറ്റേൺ, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആണ്. അതേപോലെ തന്നെ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ കൂടിയാണ്. ഓക്കെ. റിവേഴ്സൽ പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സൽ പാറ്റേൺ എന്ന് വെച്ചാൽ നിലവിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനെ ഫോളോ ആവുകയാണെന്ന് കരുതാം. ആ ഫോളോ അവസാനിച്ച് മാർക്കറ്റ് തിരിച്ചു കയറുമല്ലോ. അപ്പോൾ ഈ തിരിച്ചു കയറുന്നതിന് മുൻപായിട്ട് ഈ പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ കണ്ടാൽ നമ്മുടെ മാർക്കറ്റ് ഫോളോ ആവുന്നതിന് മുൻപ്, അതായത് മാർക്കറ്റ് ഫോളോ ആവുന്നതിന് മുൻപ് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി പഠിക്കാൻ പോകുന്നത് ഒരു പാറ്റേൺ ആണ്, അതായത് ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഈ പഠിക്കുന്നത്. ഈ മാർക്കറ്റ് ഫോളോ ആവുമ്പോൾ മാർക്കറ്റിന്റെ ഫോളിലും അതേപോലെ മാർക്കറ്റിന്റെ അപ് ട്രെൻഡിന്റെ ഒക്കെ ഫസ്റ്റ് ഫേസിൽ ക്രിയേറ്റ് ആവുന്ന ഒരു പാറ്റേൺ. ഓക്കെ. ഫസ്റ്റ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു ട്രെൻഡ്, ഇതാണ് നമ്മുടെ ട്രെൻഡ് എന്ന് കരുതാം. ഓക്കെ. ഈ ട്രെൻഡിന് ഓരോ ഫേസ് ഉണ്ട്. ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്, ഫേസ് 3 ഉണ്ട്, ഫേസ് 4 ഉണ്ട്. ഇങ്ങനെ പല ഫേസ് ഉണ്ട് ഈ ഒരു ട്രെൻഡിന്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം കേട്ടോ. എത്രത്തോളം പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോ പറഞ്ഞു വന്ന കാര്യം, ഇതിന്റെ ഈ ഒരു ഫേസ് 1ൽ തന്നെ നമുക്ക് ഈ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഈ പറയുന്ന ട്രെൻഡ് ഇവിടെയൊക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇവിടെയൊക്കെ എത്തുമ്പോഴായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അറിയുമ്പോഴത്തേക്കും ട്രെൻഡ് എന്ന് ഒരുപാട് മുകളിൽ എത്തിയിട്ടുണ്ടാവും, മാർക്കറ്റ് അതിന് പോകാനുള്ള വഴിയൊക്കെ പോയിട്ടുണ്ടാവും, നമ്മൾ അറിയുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ എന്നാൽ ഈ ഒരു ഫസ്റ്റ് ഫേസിൽ തന്നെ, ഫേസ് 1ൽ തന്നെ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് നമുക്കുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് തരുന്ന അഡ്വാൻറ്റേജ് ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര നല്ല അഡ്വാൻറ്റേജ് ആണെന്ന് ഓരോ നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ആ ഫേസ് 1ൽ മാർക്കറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഫേസ് 1ൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന പാറ്റേൺ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ 4 ക്യാൻഡിൽ പാറ്റേൺ ആണ് കേട്ടോ. 4 ക്യാൻഡിലുകളാണ് ഈ പാറ്റേണിനുള്ളത്. 4 ക്യാൻഡിലുകളാണ് ഉള്ളത്. അപ്പൊ ഇതൊരു ഇൻവെസ്റ്റഡ് പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയാൻ പോകുന്നത് ടൈം ഫ്രെയിം എന്ന് പറയുന്ന മന്ത്ലി ടൈം ഫ്രെയിമിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ. മന്ത്ലി ടൈം ഫ്രെയിമിൽ, എന്നാൽ നമ്മളൊരു ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവ്, നമ്മൾ എല്ലാവരും ആത്യന്തികമായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവരും നമ്മളൊരു ട്രേഡർ ആയപ്പോലും നമ്മൾ ഒരു ഇൻവെസ്റ്റർ കൂടി ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു ഇൻവെസ്റ്റർ, എല്ലാവരും ഒരു ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പൊ ഈ 4 ക്യാൻഡിൽ പാറ്റേൺ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം.
ഫോർ ക്യാൻഡിൽ പാറ്റേൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഫോം ആവുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇതിൽ ഈ പാറ്റേണിൽ 4 ക്യാൻഡിൽസ് ഉണ്ടെന്നുള്ള ആണ് നമ്മൾ പറഞ്ഞത്. ആ 4 ക്യാൻഡിൽസ് എങ്ങനെയാണ് ഫോം ആവുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് 2 റെഡ് ക്യാൻഡിൽ ഇതുപോലെ ഉണ്ടാവും ഈ പാറ്റേണിൽ. ഓക്കെ, 2 റെഡ് ക്യാൻഡിൽസ്, അതായത് ഒരു ഡൗൺ ട്രെൻഡ്. ഓക്കെ, 2 റെഡ് ക്യാൻഡിൽസ്. ഓർക്ക് ടൈം ഫ്രെയിം ഞാൻ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 റെഡ് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ കൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്ത് ഇതേപോലെ, അതിന്റെ ഇടയ്ക്ക് വേറെ ക്യാൻഡിൽസ് പാടില്ല, 2 ഇതേപോലത്തെ റെഡ് ക്യാൻഡിൽസ് മാർക്കറ്റിൽ ഫോം ആവുകയും അതിനുശേഷം ഈ ഒരു ക്യാൻഡലിന് ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഈ 3rd ക്യാൻഡിൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക, ഇതേപോലെ വരും. 4th ക്യാൻഡിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻഡിൽ ഈ പാറ്റേണിൽ. 4ാമത്തെ ക്യാൻഡിൽ, ഇപ്പൊ നമ്മൾ 3 പാറ്റേൺ അല്ലെങ്കിൽ 3 ക്യാൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3. ഇതിനകത്ത് 2 റെഡ് ക്യാൻഡിലും 2 ഗ്രീൻ ക്യാൻഡിലും ആണ് ഉള്ളത്. ആ 4ാമത്തെ ഗ്രീൻ ക്യാൻഡില് എങ്ങനെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ഈ ഒരു ഹൈ കണ്ടോ, ഈ ഒരു 2 റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത ഹൈ കണ്ടോ, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യണം. ഇങ്ങനെ വരണം, ഇതേപോലെ. ഇതാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കണ്ടു നോക്കുക. ഇത് നമ്മൾ ചാർട്ട് കാണുമ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. ഒരുപാട് ചാർട്ട് നമ്മൾ നോക്കാൻ പോണ ഡേറ്റ എന്ന് പറഞ്ഞാൽ 1-2 വർഷത്തെ ഡേറ്റ അല്ല, 30 വർഷത്തെ ഡേറ്റയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നല്ല രീതിക്ക് ഈ ഒരു ക്യാൻഡിൽ ഒന്ന് മനസ്സിലാക്കുക. 2 റെഡ് ക്യാൻഡില്, അതായത് ഇതിന്റെ ഫേസ് ബിയറിഷ് ഫേസ് എന്ന് പറയും. ഇതിന്റെ ബിയറിഷ് ഫേസ്, ബിയറിഷ് ആയിട്ടുള്ള ഫേസ്. അതിനുശേഷം ഈ ഒരു ബുള്ളിഷ് ഫേസ്. ഓക്കെ, ഈ ബുള്ളിഷ് ഫേസില് മാർക്കറ്റ് എങ്ങനെ വരണം? ചുമ്മാ 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയാൽ പോരാ, വെറുതെ 2 ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയാൽ പോരാ. ഈ ഫോം ആവുന്ന ഗ്രീൻ ക്യാൻഡില് ഒന്ന് നോക്കി, ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ കണ്ടോ, ഈ 2 റെഡ് ക്യാൻഡിലെ ഹൈ കണ്ടോ, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിരിക്കണം, ഇത് വളരെ നിർബന്ധമാണ്. ഇതിന്റെ ഒരു തെറ്റായിട്ടുള്ള, നമ്മൾ ശരി പഠിക്കുമ്പോൾ അത് തെറ്റായിട്ട് വന്നിരുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കുക. അതായത് ഇത് 2 റെഡ് ക്യാൻഡിൽ വരികയാണ്, അതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡില് ഇതേപോലെ ഫോം ആവുന്നു, സെക്കൻഡ് ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവുന്നു. ഇത് റോങ് ആണ്. ഇപ്പൊ ഈ കാണുന്ന ഇത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് റോങ് ആണെന്ന് പറയാൻ കാരണം, ഇത് കണ്ടോ, ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തില്ല. സോ ഇത് റോങ് ആണ്. ഇതാണ് കറക്റ്റ് വേ എന്ന് പറയുന്നത്. ഈ കാണുന്ന വേ ആണ് കറക്റ്റ് വേ. അപ്പോൾ ഈ കാണുന്നത് ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്, ബുള്ളിഷ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ഉണ്ട്. ഓപ്പോസിറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിയും. ഓക്കെ, റെഡ് എന്നുള്ളത് ഗ്രീൻ ആവും, ഗ്രീൻ എന്നുള്ളത് റെഡ് ആവും. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ബുള്ളിഷ് ആയിട്ടുള്ള കണ്ടീഷൻ, ഓക്കെ, ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണുമ്പോൾ തോന്നും. പക്ഷെ നമ്മൾ ഇപ്പോൾ ചാർട്ടിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എത്രത്തോളം മനോഹരമായിട്ട് ചാർട്ടിൽ വർക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ലേറ്റ് ആക്കണം, നമുക്ക് നേരെ നമ്മുടെ ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓക്കെ, ഇപ്പോ ചാർട്ട് ഷെയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നിഫ്റ്റിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നിഫ്റ്റിയാണ്. നിഫ്റ്റി നമുക്കിപ്പോ ഇവിടെ കാണാം, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചാർട്ട് കാണാം. അപ്പൊ ഈ ചാർട്ടിൽ നമ്മൾ കാണുന്നത് ഇത് മന്ത്ലി ടൈം ഫ്രെയിം ആണ് കേട്ടോ. ഇതാ ഇവിടെ ടൈം ഫ്രെയിം കൊടുത്തിരിക്കുന്നതാണ്, മന്ത്ലി ടൈം ഫ്രെയിം ആണ്. 1 മന്ത് ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 മന്ത് ടൈം ഫ്രെയിമിൽ, അതായത് 1 മന്ത് എന്തുകൊണ്ടാണ് നമ്മളൊരു ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിലൂടെ പറയുന്നത് കൊണ്ടാണ് 1 മന്ത് ടൈം ഫ്രെയിമിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ ഈ ഒരു 1 മന്ത് ടൈം ഫ്രെയിമിലൂടെ നമുക്ക് ആ നിഫ്റ്റിയെ നമ്മുടെ ഇൻഡെക്സിനെ, ഞാൻ മുൻപ് ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ ഇൻഡെക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോയും നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡെക്സിനെ മാർക്ക് ചെയ്യല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യല്ലോ. അപ്പൊ ആ ഫോളോ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഇൻഡെക്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിലുണ്ടാകുന്ന ട്രെൻഡിന്റെ ഡിഫറൻസസ് എത്ര നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുവോ അത്രയധികം നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ. കാരണം നമ്മുടെ ഇൻഡെക്സ് മുകളിലോട്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ടോപ്പ് കമ്പനീസ് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് വരുമ്പോഴാണ് നമ്മുടെ രാജ്യവും നമ്മുടെ എക്കോണമിയും അതേപോലെ തന്നെ മറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാം മുന്നോട്ട് പോകുന്നത് ഈ നമ്മുടെ ഹെവി വെയിറ്റ് ഉള്ള നമ്മുടെ നിഫ്റ്റി മുന്നോട്ട് പോയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഏറ്റവും അത്യന്തികമായിട്ട് നമ്മുടെ ഇൻഡെക്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ നീറ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി മന്ത്ലി ചാർട്ട് നമുക്ക് കാണാം. ഈ മന്ത്ലി ചാർട്ടിൽ നമുക്ക് ഈ ചാർട്ട് ഇതാ ഇവിടെ തൊട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സകല ചാർട്ടും എടുത്തോളൂ. ഇവിടെ തൊട്ടാണ് നമ്മുടെ ചാർട്ട് തുടങ്ങുന്നത്. ഡേറ്റ് ഒന്ന് നോക്കി, ഡേറ്റ് താഴെ ഡേറ്റ് കാണാം. നമ്മൾ ഈ കാണുന്നത് 1990 ചാർട്ട് മുതലാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ. 1990 ചാർട്ട് മുതലാണ് ഈ കാണാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ 1990 മുതൽ 2020 ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അത് കംപ്ലീറ്റ് കാണുക. അപ്പൊ ഒരുപാട് എക്സാമ്പിൾ കാണുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് മനസ്സിലാവും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. 1990 മുതൽ 1990 മുതൽ 2025 വരെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് 30 ഇയേഴ്സും അല്ല 35 ഇയേഴ്സിന്റെ ഡേറ്റ ആണ് ഈ പറയാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഡേറ്റാസ് നോക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ട ആ ഒരു പാറ്റേൺ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. 1996 ഈ ഒരു പാറ്റേൺ വന്നത് നമുക്ക് കാണാം. ഓക്കെ. ഇത് എങ്ങനത്തെ പാറ്റേൺ ആണ്? 4 ക്യാൻഡിൽ ഉണ്ടാവും ഇതിനകത്ത്. കണ്ടോ, 4 ക്യാൻഡിലാണ് ഈ പാറ്റേണിൽ ക്രിയേറ്റ് ആവുന്നത്. 4 ക്യാൻഡിൽസ്. ഈ 4 ക്യാൻഡിൽസില് 2 ക്യാൻഡിൽസ് ബിയറിഷ് ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്, ബിയറിഷ് ആണ്. അതിനുശേഷമുള്ള 2 ക്യാൻഡില് ബുള്ളിഷ് ആണ്. ഇങ്ങനെ മാത്രം വന്നാൽ പോലും നമ്മൾ പറഞ്ഞു ഈ 2 ക്യാൻഡിലിന്റെ ഹൈ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡില് ബ്രേക്ക് ചെയ്തിരിക്കണം. കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വളരെ നീറ്റ് ആയിട്ട് കാണാമല്ലോ. 2 റെഡ് ക്യാൻഡിലും അതിനുശേഷം വരുന്ന ഈ ഒരു 2 ഗ്രീൻ ക്യാൻഡില് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഈ റെഡ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് വളരെ നീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോ ഇത്തരം ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷൻ നമ്മുടെ നിഫ്റ്റിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പോണേ. നമ്മൾ ഈ ക്യാൻഡില് വരുന്നതിന് എന്റെ ഫോർമേഷനെ കണ്ടത്, ഇനി എങ്ങനെ ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നാണ്. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ, ഈ റെഡ് ക്യാൻഡിലിന്റെ ഹൈ വരുന്ന ഈ ഒരു റേഞ്ച് അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ. അതായത് ഈ റെഡ് ക്യാൻഡിലെ ഈ നമ്മുടെ ഈ ഫോം ആയിട്ടുള്ള റെഡ് ക്യാൻഡിലെ ആ ഒരു ഹൈ വരുന്ന റേഞ്ച് അങ്ങ് മാർക്ക് ചെയ്യാം. ഇത് പിന്നീട് മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും. ഇത് ഓർക്ക് 1-2 ദിവസമല്ല, നമ്മൾ 35 വർഷത്തെ ഡേറ്റ ഇപ്പൊ നോക്കും. അപ്പൊ പെട്ടെന്ന് നോക്കും. അപ്പൊ ഇത് മനസ്സിലാവും. ഈ ഒരു റെഡ് ക്യാൻഡിലെ ഹൈ മുതല്, അതായത് ഈ ഒരു ഹൈ കണ്ട ഈ ഒരു ഹൈ മുതല് നമ്മൾ അങ്ങ് താഴേക്ക് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും മാർക്കറ്റിൽ. അപ്പോ ഇത് നമുക്ക് പിന്നീട് നോക്കിക്കഴിഞ്ഞാല് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് ഇവിടെ വരുന്നത് ഈ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നത് നമുക്ക് കാണാം. കണ്ടോ, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമല്ലോ. ഇവിടെ വന്ന് മാർക്കറ്റ് ഒരു ഫോളിംഗ് മാർക്കറ്റ് ആയിരുന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു. പിന്നെ ഇത് മന്ത്ലി ക്യാൻഡിലാണ്, മാസങ്ങളോളം മാർക്കറ്റ് പിന്നെ ഒരു നല്ലൊരു അപ് ട്രെൻഡ്, ആ ഒരു ഡൗൺ ട്രെൻഡ് അവസാനിച്ച് ഒരു അപ് ട്രെൻഡിലേക്ക് പോണത് കാണാം. ഇവിടെ ബിയറിഷ് സിറ്റുവേഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. കാരണം നമുക്കിപ്പോ ബുള്ളിഷ് മാത്രം നോക്കാം. ഓക്കെ. മാർക്കറ്റ് ഫോളോ ആവുന്നതിന് മുൻപും ഈ പാറ്റേൺസ് വരാറുണ്ട്. ഫോളോ ആവുന്നതിന് മുൻപല്ല, ഫോളിന്റെ ഫസ്റ്റ് ഫേസിൽ. ഓക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കാം, ഫസ്റ്റ് ഫേസിലാണ് ഇത് ഫോം ആവുന്നത്. നമുക്കിപ്പോ ബുള്ളിഷ് മാത്രം, നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അല്ലേ, നമുക്ക് മാർക്കറ്റ് അപ്സൈഡ് പോണ കേസ് അല്ലേ അറിയേണ്ടത്. അപ്പൊ ഞാൻ ആ അപ്സൈഡ് പോണ കേസസ് എല്ലാം കാണിക്കാം, മാർക്കറ്റിൽ വന്നിട്ടുള്ള സകല കേസസ് കാണിക്കാം. ഓക്കെ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ആ ഒരു 4 ക്യാൻഡിൽ എങ്ങനെയാ വരേണ്ടത്? 2 റെഡ് ക്യാൻഡില് 2 ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ ഒന്നും സെയിം സിറ്റുവേഷൻ ഇവിടെ എല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഓക്കെ. വരുന്നത് ഇവിടെയാണ്. ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, 2 റെഡ് ക്യാൻഡിൽസ്. ഓക്കെ. 2 റെഡ് ക്യാൻഡിൽസും
രണ്ട് ഗ്രീൻ. ഇത് കൺസിക്യൂട്ടീവ് ആയിട്ട് തന്നെ വരണം. അതായത് ഇത് 4 ക്യാൻഡിൽസും അടുപ്പിച്ച് തന്നെ വരണം. ഇതിനിടയ്ക്ക് മറ്റു ക്യാൻഡിൽസ് പാടില്ല. 2 റെഡ്, 2 ഗ്രീൻ. നമ്മൾ പഠിച്ച കണ്ടീഷൻ ഓർമ്മയുണ്ടോ? എന്താണ് പഠിച്ചത്? ഈ വരുന്ന റെഡ് ക്യാൻഡിലിന്റെ, അതായത് ആ 2 റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിന്റെ ഹൈ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കണം. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല്, ഈ ഒരു പർട്ടിക്കുലർ ലെവല് മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എപ്പോഴും ഈ ലെവൽ വരണം നിർബന്ധമില്ല. മാർക്കറ്റ് ഇതിന് മുൻപേ റിവേഴ്സ് ചെയ്യാം. ഇവിടെ കൃത്യം ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ കൃത്യം മാർക്കറ്റ് ദേ അതിനുശേഷം ഈ ബ്രേക്ക്ഔട്ട് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ക്യാൻഡിൽ ഫോർമേഷൻ കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷമുള്ള ക്യാൻഡിൽ കൃത്യം ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ടോ. സപ്പോർട്ട് വന്ന് മാർക്കറ്റ് പിന്നെ നോക്കി എന്താ സംഭവിച്ചത് നോക്കി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും കണ്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ 2 ആയി. ഇത് ഏത് ഡേറ്റിലാണ്? 1998-ലാണ് ഈ പാറ്റേൺ രണ്ടാമത് പിന്നെ ഫോം ആയത്. ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയൊക്കെ അതിന്റെ ബിയറിഷ് ഉണ്ട്. അത് നമ്മൾ തൽക്കാലം നമുക്ക് ബിയറിഷ് കണ്ടീഷൻസ് പിന്നീട് നോക്കാം. ഇപ്പൊ നമുക്ക് ബുള്ളിഷ് കേസസ് എല്ലാം തന്നെ നോക്കാം. ഓക്കെ, ഇത് ഇവിടെ അടുത്തതായിട്ട് പിന്നെ ആ പാറ്റേൺ ഫോം. ഇത് സ്വന്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും. സ്വന്തമായിട്ട് ഞാനിത് ലൈവായിട്ട് കാണിച്ചു തരുന്നത് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് അവരുടെ ചാർട്ട് എടുത്ത് വെച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നോക്കി. ഇവിടെ അതിനുശേഷം ഇവിടെ 2 റെഡ് ക്യാൻഡിൽസ്, അതേപോലെ 2 ഗ്രീൻ ക്യാൻഡിൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാവുന്നതാണ് 2 റെഡും 2 ഗ്രീനും. പലർക്കും ഒരു ഡൗട്ട് വരാം, എന്തുകൊണ്ട് ഞാൻ ഈ സിറ്റുവേഷൻ എടുത്തില്ല? ഇവിടെ 2 റെഡ് ഉണ്ട്, 2 ഗ്രീൻ ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് നോക്കി. ഇവിടെ ഈ 2 റെഡ് ക്യാൻഡിലെ ഹൈ കണ്ടോ, ഇത് ഈ ക്യാൻഡില് ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ടോ. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആ പാറ്റേൺ ആയിട്ട് തോന്നും. തെറ്റിദ്ധരിക്കരുത്. ഈ 2 ഗ്രീൻ ക്യാൻഡില് തൊട്ട് മുൻപുള്ള 2 റെഡ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കണം. അതായത് ഇത് ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ പോയി ക്ലോസ് ചെയ്യണം. ഈ ക്യാൻഡിൽ കണ്ടോ, ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ്. പക്ഷെ ഇവിടെയാണ് ആ ക്യാൻഡിലെ ഹൈ വരുന്നത് കണ്ടോ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇത് പ്രോപ്പർ ആയിട്ടുള്ള പാറ്റേൺ അല്ല, 4 ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് പാറ്റേൺ അല്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സിറ്റുവേഷൻ പറയുമ്പോൾ അത് തെറ്റായിട്ട് യൂസ് ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ നോക്കി, ഇവിടെ 2 റെഡ് ക്യാൻഡില്, അതിനുശേഷം 2 ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ പ്രോപ്പർ അല്ലേ? ഒന്ന് നോക്കി കണ്ടോ, ആ 2 റെഡ് ഗ്രീൻ ക്യാൻഡില് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റെഡ് ക്യാൻഡിൽ വരുന്ന ഈ റേഞ്ച് അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു നോക്കി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റ്. ഇത് എപ്പോഴാണ് ഈ ഡേറ്റ്? 2002-ലാണ് ഇത് വന്നിരിക്കുന്നത്. 2002-ലാണ് ഈ പാറ്റേൺ പിന്നീട് ഫോം ആയിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വർക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഓർക്കുക, 2000 അതിനുശേഷം 2003-ൽ ഈ സപ്പോർട്ടിൽ ആ പാറ്റേൺ പിന്നെയും വരുന്നുണ്ട്. അതായത് ആ ബുള്ളിഷ് പാറ്റേൺ ആ സപ്പോർട്ടിലും പിന്നെയും അത് ഫോം ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സോണിൽ വന്നിട്ട് പിന്നെയും ഫോം ആവുന്ന ആ ഒരു പാറ്റേൺ ആണ് കണ്ടോ, ആ ഒരു ബുള്ളിഷ് പാറ്റേൺ. 2 തവണയാണ് മാർക്കറ്റ് ആ ഒരു ബുള്ളിഷ് പാറ്റേൺ ആ ഒരു ടൈമില് ഫോം ആയിരിക്കുന്നത് കേട്ടോ. അതായത് മാർക്കറ്റ് ഇത് കൂടുതലും നമ്മുടെ ബിഗ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. അല്ലാതെ ഒരു നമ്മൾ ഇതിന്റെ പ്രോബിലിറ്റി ഇത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത്. ഇത് ഇനി മുന്നോട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് കാണുന്നുണ്ട്. ഇത് നമുക്ക് അത് കംപ്ലീറ്റ് കണ്ടു നോക്കുക. കാരണം ഇതിന്റെ കറക്റ്റും തെറ്റും ശരികളും ഞാൻ മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കി, ഇവിടെ 2 തവണ ഈ ഒരു പാറ്റേൺ ഫോം ആവുന്നത്. മാർക്കറ്റ് പിന്നെ നോക്കി എന്ത് മനോഹരമായിട്ടാണ് മാർക്കറ്റ് അപ്സൈഡ് പോണേന്ന് നോക്കി. എന്ത് അടിപൊളിയായിട്ട് മാർക്കറ്റ്. ഇത് മന്ത്ലി ക്യാൻഡിലാ, ഒരു വലിയ ഒരു ബുൾ ഫേസിന്റെ ഇവിടെ 2 തവണ അത് ഫോം ആയത് അടുപ്പിച്ച്. 2 തവണ അങ്ങനെ വരുന്നത് റെയറാണ്. അപ്പോൾ 2 തവണ അടുപ്പിച്ച് അങ്ങനെ വരികയും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് പോവുകയും ചെയ്തു. ആൾറെഡി നമുക്ക് സപ്പോർട്ട് ആണെന്ന് അറിയാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ എടുക്കാം. ഇവിടെയൊന്നും ആ പാറ്റേൺ പിന്നെ വരുന്നില്ല. പിന്നെ ഇവിടെയാണ് ആ പാറ്റേൺ വരുന്നത് കണ്ടോ. ഈ പാറ്റേൺ വരുന്നത് കണ്ടോ എവിടെയാണെന്ന് നോക്കി. ഇവിടെ ആ പാറ്റേൺ പ്രോപ്പർ അല്ലേ? 2 റെഡ് 2 ഗ്രീൻ. ആ ഒരു ഗ്രീൻ ക്യാൻഡില് റെഡിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. ഈ അടുത്ത ക്യാൻഡില് ഈ ഒരു ക്യാൻഡിൽ നോക്കി, കറക്റ്റ് അതിന്റെ വിക്ക് ഞാനൊന്ന് സൂം ചെയ്യാം. അത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നത് നമുക്ക് കാണാം. എപ്പോഴും മാർക്കറ്റ് ഇതിനുള്ളിൽ സപ്പോർട്ട് വരണം നിർബന്ധമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ തൊട്ട് തന്നെ അങ്ങ് പോവാം. ഇപ്പൊ നമ്മൾ കണ്ട കേസിലെല്ലാം ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ഒന്നും എടുക്കണമെന്നില്ല. മാർക്കറ്റ് ഇവിടെ സപ്പോർട്ടിന് മുൻപ് തന്നെ, അതായത് ഇവിടെ നിന്ന് തൊട്ട് തന്നെ മാർക്കറ്റ് റാലി ചെയ്യാം. വളരെ സ്ട്രോങ് റാലി വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം
ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് നമ്മൾ കണ്ട ഡേറ്റ് എത്രയാണ്? 2005 ഡേറ്റ ആണ് നമ്മൾ ഈ കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, അടുത്ത നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓർക്കുക, ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ബീറിഷ് സിറ്റുവേഷൻ വരുന്നുണ്ട്. തൽക്കാലം ഞാൻ ബുള്ളിഷ് മാത്രം എടുത്ത് പറയാണ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. ഇതിന്റെ ബുള്ളിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ മാത്രം പറയുകയാണ്. പിന്നെ അത് ക്രിയേറ്റ് ആയിരിക്കുന്നുണ്ടോ, ആ പാറ്റേൺ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ദേ ഇവിടെ 2 റെഡ് ക്യാൻഡില് 2 ഗ്രീൻ ക്യാൻഡില്. റെഡ് ക്യാൻഡിലിന്റെ ഹൈ വരുന്ന ആ ഒരു ലെവല് ഗ്രീൻ ക്യാൻഡില് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, പ്രോപ്പർ അല്ലേ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ആ പാറ്റേൺ വന്നേന്ന് നോക്കിയേ. അതിന്റെ ഈ ഒരു സോണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ കണ്ടോ. മാർക്കറ്റ് അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? അവിടെ സപ്പോർട്ട് പോലും വന്നിട്ടില്ല. അതിന് മുൻപേ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഈ പാറ്റേൺ ഫോം ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് ഒരു എന്താണ് പറയുന്നത്, നമ്മൾ ആ പാറ്റേണിന്റെ അത് എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര നന്നായിട്ടാണ് മാർക്കറ്റിൽ ആ ഒരു പാറ്റേണിന്റെ പ്രസക്തി എന്നുള്ളത് നമ്മളിപ്പോ കണ്ടതാണ്. 2009 ഈ പാറ്റേൺ അപ്പോൾ ഫോം ആയിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോവാ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ആ ഒരു പാറ്റേൺ ഫോം ആയിരിക്കുന്നുണ്ടോ? 2011 ആ ഒരു പാറ്റേൺ ഫോം ആയിരിക്കുന്നുണ്ടോ? അവിടെ പ്രോപ്പർ അല്ലേ? ഒന്ന് നോക്കിയേ, 2 റെഡ് 2 ഗ്രീൻ. റെഡിന്റെ ഹൈ ഗ്രീൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ലെവൽ അങ്ങ് മാർക്ക് ചെയ്യും. റെഡ് ക്യാൻഡിൽ ലെവൽ അങ്ങ് മാർക്ക് ചെയ്യും. കണ്ടോ, എത്ര മനോഹരമായിട്ട് അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ? മാർക്കറ്റ് അവിടെ വന്ന് അക്യുമുലേഷൻ, ഇതിനുള്ളിൽ അക്യുമുലേഷൻ നടക്കും. ഇവിടെ അക്യുമുലേഷൻ നടന്ന് മാർക്കറ്റ് അപ്സൈഡ് പോണത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്സൈഡ് പോണത്. പിന്നെയും ആ റേഞ്ചിൽ വരുമ്പോ പിന്നെയും അവിടെ നിന്ന് മാർക്കറ്റ് കണ്ടോ അപ്സൈഡ് പോണതാണ്. അവിടെ ആ പാറ്റേൺ പിന്നെയും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത് അടുപ്പിച്ച് വരുന്നത് ഇതിന് മുൻപ് ഒരു തവണ കണ്ടതാണ്. ഇപ്പൊ പിന്നെയും ഈ പാറ്റേൺ ഒരു ചെറിയ ടൈമിൽ നമുക്ക് വരുന്നത് കാണാം. ഓക്കെ, ഇവിടെ പിന്നെയും ആ ഒരു സപ്പോർട്ടിൽ തന്നെ പിന്നെയും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന കാണാം. കണ്ടോ, 2 റെഡ് 2 ഗ്രീൻ. റെഡ് ക്യാൻഡിലിന്റെ ഹൈ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ റെഡ് ക്യാൻഡിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ കണ്ടോ ആ പിന്നീട് അവിടെ വരുന്ന സപ്പോർട്ട് നമുക്ക് കാണാം. സപ്പോർട്ടിന് ശേഷം എന്ത് നല്ല മനോഹരമായിട്ടുള്ള റാലിയാണ് അവിടെ സംഭവിക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇനി അതേപോലെ പോകുന്ന സമയത്ത് ഇനി വന്നിട്ടുണ്ട് 2016 നോക്കി സെയിം പാറ്റേൺ വരുന്നുണ്ട്. അതിന് മുൻപൊന്നും വരുന്നില്ല. ഇതൊന്നും ആ പാറ്റേൺ അല്ല, ഇത് ആ പാറ്റേൺ അല്ല. എന്തുകൊണ്ടാണ് ഇത് ആ പാറ്റേൺ അല്ല എന്ന് പറഞ്ഞത്? ഇത് 2 റെഡ് 2 ഗ്രീനും ഉണ്ട്. പക്ഷെ റെഡിന്റെ ഹൈ ആ ഒരു ഗ്രീൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ടോ, റെഡിന്റെ ഹൈ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇത് ആ പാറ്റേൺ അല്ല. ഓക്കെ, അപ്പൊ ഇത് അതല്ല. ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പാറ്റേൺ. ഇവിടെ എന്താ സംഭവിച്ചിരുന്നത് നോക്കിയേ. എന്താ നോക്കിയേ, 2 റെഡ് 2 ഗ്രീൻ മാർക്ക് ചെയ്തേക്കാണ്. കണ്ടോ, അപ്പൊ ഇത് എത്ര നന്നായിട്ട് ഇത് വർക്ക് ചെയ്തെന്ന് നോക്കിയേ. അതിനുശേഷമുള്ള റാലി കണ്ടോ, ആ ഒരു പാറ്റേൺ വന്നതിന് ശേഷം നമ്മൾ ഇത്രയും നമ്മൾ 1990 മുതൽ 2016 വരെ എത്തി. എവിടെയെങ്കിലും ഈ പാറ്റേൺ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് എടുക്കാത്ത നമ്മൾ കണ്ടോ? ഇല്ല, എല്ലായിടത്തും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലായിടത്തും വളരെ സ്ട്രോങ് ആയിട്ട് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം. ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും ഈ പാറ്റേൺ പോയിട്ട് സ്വന്തമായിട്ട് ഇത് മാർക്കറ്റിൽ വന്ന സകല കേസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോ ഇനി അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാം അതിന്റെ റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാം. ഞാൻ ആ പറഞ്ഞ എന്റെ ബീറിഷ് സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഫോളിന് മുൻപ്, ഈ ഒരു കൊറോണ ഫോളിന് മുമ്പ് മൾട്ടിപ്പിൾ തവണയാണ് ആ ബീറിഷ് പാറ്റേൺ മാർക്കറ്റ് ഫോം ആയത്. അത് നമ്മളിപ്പോ അതിന്റെ ബീറിഷ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അത് പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഫോളിന് മുൻപ് ഒരുപാട് തവണ മാർക്കറ്റ് നമുക്ക് ഈ ഒരു പാറ്റേണിലൂടെ വാർണിംഗ് തരികയാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് പിന്നീട് നമുക്കിപ്പോ ബുള്ളിഷ് മാത്രം നോക്കാം. ഇവിടെ ഈ ഒരു ബുള്ളിഷിലെ കണ്ടോ, ഇവിടെ ആ പാറ്റേൺ പിന്നെ വരുന്നത് നമുക്ക് കാണാം. ആ പാറ്റേൺ അതേപോലെ 2 റെഡ് 2 ഗ്രീൻ. ഓക്കെ, അപ്പോ കണ്ടോ, ആ റെഡിന്റെ ഹൈ ഗ്രീൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് കൃത്യം അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ? സപ്പോർട്ട് എടുത്ത് ഒരു സ്ട്രോങ് റാലി നടക്കുന്നുണ്ടോ? അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാലി അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ ഇവിടെയൊക്കെ കണ്ടോ, 2 റെഡ് 2 ഗ്രീൻ. ഇതിന്റെ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും ആ ഒരു സപ്പോർട്ടിനുള്ളിൽ ഇത് നമ്മൾ 3ാമത്തെ തവണയാണ് ഈ ഒരു കാര്യം കാണുന്നത്. എന്താണ്? സപ്പോർട്ടിനുള്ളിൽ ആ പാറ്റേൺ പിന്നെ വരുന്നത്. അത് എപ്പോഴെല്ലാം ഒരു സപ്പോർട്ടിനുള്ളില് ഈ ഒരു പാറ്റേൺ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ അപ്പോഴെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റാലി കാണാം. അതായത് ഇത് അടുപ്പിച്ച് വരുമ്പോൾ, അടുപ്പിച്ചെന്ന് വെച്ചാൽ എന്താണ്? ആദ്യമേ ഇതിന്റെ ഒരു സപ്പോർട്ട് റേഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു.
ആ സപ്പോർട്ടിൽ വന്നിട്ട് ഈ പാറ്റേൺ ഒന്നുകൂടെ ഫോം ആവും. കണ്ടോ? ആ സപ്പോർട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ഫോം ആവും. അങ്ങനെ അടുപ്പിച്ച് വരുന്ന സമയത്ത് ഇവിടെ ആ പാറ്റേൺ ആണ്, ഇത് ആ പാറ്റേൺ ആണ്. ഇതാണ്ട് ഇവിടെ കാണാം. കണ്ടോ? കണ്ടോ? അത് ആ ഒരു 2 റെഡ് 2 ഗ്രീൻ. ഈ ക്യാൻഡിൽ കുറച്ചുകൂടെ ബോഡിയുള്ള ക്യാൻഡിൽ ആണെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, 2 റെഡ് 2 ഗ്രീൻ. ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷമുള്ള റാലി കണ്ടോ? മാർക്കറ്റ് പോയേക്കുന്ന പോക്ക് കണ്ടോ? അടുപ്പിച്ച് വരുമ്പോൾ ഇത് 3 തവണയാണ് നമ്മൾ ഈ അടുപ്പിച്ച് വരുന്ന സിറ്റുവേഷൻസ് കണ്ടത്. അതായത് സപ്പോർട്ടിനുള്ളിൽ അത് വരുന്നത്. പിന്നെ ആ പാറ്റേൺ എപ്പോഴാണ് വരുന്നത് നോക്കി. ഇവിടെ എങ്ങും അതില്ല. കണ്ടോ? ഇവിടെ എങ്ങും ആ പാറ്റേൺ പിന്നെ വന്നിട്ടില്ല. പിന്നെ വരുന്നത് ദേ ഇപ്പോഴാണ്. എപ്പോഴാണ്? 2025 ആ പാറ്റേൺ അതിനുശേഷം ഫോം ആയിരിക്കുന്നത്. മാർച്ചിലാണ് മാർച്ചിലല്ല, ഏപ്രിൽ 2025 ഏപ്രില് ആ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ദേ ഇവിടെ, അതായത് ഈ 2 റെഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. കണ്ടോ? നമ്മുടെ മാർക്കറ്റ് കണ്ടോ? ഇനി ഞാൻ ഇത്രയും വർഷത്തെ ഡേറ്റ് നോക്കി. ഇനി ഇതിനെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയണ്ടേ? ഇത്രയും വർഷത്തെ ഡേറ്റ് നോക്കി. 2025 1990 മുതല് ഇത് ഏകദേശം മാർക്കല്ലേ ഈ ഒരു ഇത്രയും കാലയളവ് 30 വർഷത്തിനിടയില് മന്ത്രിയിൽ ഇത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആകെ 10ഓ 12ഓ തവണയാണ്. ആ 10ഓ 12ഓ തവണയില് എല്ലാ തവണയും മാർക്കറ്റ് വളരെ മനോഹരമായിട്ട് അവിടെ സപ്പോർട്ട് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് 2025 ആ പാറ്റേൺ റീസെന്റ് ഫോം ആയിട്ടുണ്ട്. കണ്ടോ? 2 റെഡ്, അതിന്റെ ഹൈ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഹൈ തന്നെ ഇവിടെ കാണാം. കണ്ടോ? അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ റെഡ് ക്യാൻഡിലിന്റെ ഈ ഒരു റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതെവിടെയാണ് സ്റ്റാർട്ടിങ്? അതിന്റെ റെഡിന്റെ ആ റേഞ്ച് കണ്ടോ? അപ്പൊ നമ്മള് മെയില് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കുന്നതാണ്. മെയിൽ അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് പിന്നെ അപ്സൈഡിലോട്ട് പോകുന്നത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു റേഞ്ച്, ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. ആ പാറ്റേൺ ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഇത് ഇനിയും ഇവിടെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളോളം നമ്മൾ കണ്ടതാണ്. ഏകദേശം 1990 മുതൽ ഈ പാറ്റേൺ. ഇത് അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു പാറ്റേൺ അല്ല. അതായത് ഇന്ന് നാളെ അങ്ങനെ വരുന്ന ഒരു പാറ്റേൺ അല്ല. റെയർ ആണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഹയർ ആണ്. ഹയർ ടൈം ഫ്രെയിമിൽ എല്ലാ വർഷവും ഇത് ക്രിയേറ്റ് ആവില്ല. വല്ലപ്പോഴും വരത്തുള്ളൂ. ആ വന്ന സിറ്റുവേഷൻ മൊത്തം നമ്മൾ നോക്കി, ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് നോക്കി. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചാർട്ട് പോയി ചെക്ക് ചെയ്യാം. ചാർട്ട് പോയിട്ട് നോക്കാം. ഞാൻ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അത് മെൻഷൻ ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് പാറ്റേൺ, അതിന്റെ ബുള്ളിഷ്, അതിന്റെ ബിയറിഷ് സിറ്റുവേഷൻ, ബിയറിഷ് ഒരുപാട് എടുത്തുണ്ട് കേട്ടോ. ബിയറിഷ് ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റിൽ പറയാം. അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി. കാരണം ഇത് ഓൾറെഡി അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ഇനി നമുക്ക് നമ്മുടെ ഈ പാറ്റേൺ എന്ന് പറയുന്നത് അത് നോക്കി എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് കണ്ടതാണ്. നമ്മളിപ്പോ എത്ര വർഷത്തെ ഡേറ്റ് ആണ് നോക്കിയത്? 30 വർഷത്തെ ഡേറ്റ് ആണ് നോക്കിയത്. ഈ 30 വർഷവും 35 വർഷത്തോളം നോക്കിയല്ലേ? 1990 മുതൽ 2025 വരെയാണ് നോക്കിയത്. ഈ 30 വർഷവും മാർക്കറ്റ് എത്ര തവണ അവിടെ ആ പാറ്റേൺ വന്നിട്ടുണ്ടെന്നും എത്ര മനോഹരമായിട്ട് അത് വർക്ക് ആയിട്ടുണ്ടെന്നും കണ്ടു. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പാറ്റേൺ മാത്രമല്ല മാർക്കറ്റിലുള്ളത്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ലാസ്റ്റ് ഒരു 30 ഇയേഴ്സ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതേപോലെ ഈ ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് റിവേഴ്സൽ പാറ്റേൺ, ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് ഇനി മാർക്കറ്റിൽ ഉണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന. അതായത് ബിയറിഷ് കണ്ടീഷൻ തിരിച്ചറിയുന്നത്, ബുള്ളിഷ് തിരിച്ചറിയുന്നത്, സൈഡ് വേസിന് തിരിച്ചറിയുന്നത്, ബ്രേക്ക്ഔട്ടുകൾ ഇഷ്ടം പോലെ ഇതുപോലത്തുള്ള. ഞാൻ എല്ലാ പാറ്റേൺസും യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പല പാറ്റേൺസും ഉണ്ട് നമ്മൾ കാണുന്നത്. ഞാൻ എല്ലാം യൂസ് ചെയ്യാറില്ല. ഞാൻ സ്വന്തമായിട്ട് പല പാറ്റേൺസും പല ടൈം ഫ്രെയിമുകളിൽ ഏകദേശം 20 to 30 ഇയേഴ്സ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അല്ല, ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങളോളം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ടുകൾ കംപ്ലീറ്റ് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അത്തരം ഡേറ്റാസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഏതൊരു പാറ്റേൺ ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിലാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ പറയാം, യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അതും പറയാം.
അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലത്തെ ഉള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന 1-2 വർഷം റിപ്പീറ്റ് ചെയ്യുന്നതല്ല പറയുന്നത്, 10-20-30 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺസ് ഇനിയും ഒരുപാടുണ്ട്. അത്തരം പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാം, നമ്മുടെ മാർക്കറ്റിനെ കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പൊ ഈ പാറ്റേൺ മനസ്സിലാക്കാം. ഇതിന്റെ ബിയറിഷ് കേസ് ഉണ്ട്, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്ന കേസ് ഉണ്ട്. അത് ഇപ്പോൾ തൽക്കാലം നമ്മൾ പറഞ്ഞിട്ടില്ല, വീഡിയോ ലെങ്ത് ആയി പോയതുകൊണ്ടാണ്. ഈ ബുള്ളിഷ് ആയിട്ടുള്ള കേസ് മാത്രം ഒന്ന് നോക്കാം. ഈ ഒരു ബുള്ളിഷ് കേസ് മാത്രം നോക്കിയിട്ട് എന്നാൽ നമ്മൾ കുറേശ്ശെ പഠിച്ചാൽ മതി. ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കേസ് മാത്രം നോക്കിയിട്ട് മനസ്സിലാക്കാം എത്രത്തോളം അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് കേട്ടോ. യൂസ്ഫുൾ ആണെങ്കിൽ പറയാ, അത്രേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലോ എല്ലാം ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നാലും മതി കേട്ടോ. അത്രേ ഉള്ളൂ.